വികസനത്തിന്റെ പരവധാനി വിരിച്ച് ആരവങ്ങളും ആർപ്പുവിളികളും ആവേശത്തോടേക്ക് കേരളം നമസ്കാരം, ഞങ്ങൾ നേമത്താണ്. നേമം എന്നാൽ ഈ നിയമസഭയിൽ കേരളത്തിന്റെ ഏറ്റവും ശക്തമായ പോരാട്ടം. അത് വെറും വാക്കുകളിലല്ല, എല്ലാ അർത്ഥത്തിലുമുള്ള പോരാട്ടമാണ്. കേരളം ആര് പിടിച്ചാലും നിയമം ആര് പിടിക്കുമെന്നതാണ് ഇത്തവണ ചർച്ചയാവുന്ന കാര്യം. കാരണം നിയമത്തിന്റെ രാഷ്ട്രീയ പോരിന് അത്തരമൊരു പോരാട്ട ചിത്രമുണ്ട്. കാരണം നിയമം പലതുകൊണ്ടും പ്രാധാന്യമുള്ളതാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച്, LDF-നെ സംബന്ധിച്ച് സംസ്ഥാന ഭരണം പിടിക്കുമെന്ന അവരുടെ പ്രതീക്ഷകൾ സാധിച്ചാൽ പോലും നിയമം പിടിക്കാതെ കേരളത്തിൽ ഭരണം പിടിച്ചിട്ട് എന്ത് കാര്യമെന്ന ചോദ്യം അവർക്ക് മുന്നിലുമുണ്ടാകും. അതേസമയം BJP ഇവിടെ കേരളത്തിൽ ആദ്യമായി അക്കൌണ്ട് തുറന്ന ഇടമാണ് നിയമം. സ്വാഭാവികമായി ഇത്തവണ വീണ്ടും ഒരു സീറ്റ് നിയമസഭയിലേക്ക് കിട്ടിയാൽ അത് നിയമമല്ലാതെ മറ്റൊരിടം കിട്ടിയാലും അതിന് ശോഭ അത്ര പോരാതെ വരും. കോൺഗ്രസിനെ സംബന്ധിച്ച് നിയമത്ത് മികച്ച ഒരു പ്രകടനത്തിൽ കുറഞ്ഞതൊന്നും ചിന്തിക്കാനുമാവില്ല. അപ്പോൾ നിയമമാണ് ഇത്തവണത്തെ രാഷ്ട്രീയം പറയാൻ പോകുന്നത്. നിയമം പറയാൻ പോകുന്ന രാഷ്ട്രീയമാണ് കേരളത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. ഞാനുമുണ്ട്, അരുണുമുണ്ട്. അരുൺ, ഈ നിയമത്തിന്റെ രാഷ്ട്രീയം നമ്മൾ പറയുമ്പോൾ നമ്മൾ പലരും പറയും ത്രികോണ പോരാട്ടം കേരളം എന്ന് പൊതുവെ പറയാറുണ്ട്. പക്ഷേ എല്ലാ അർത്ഥത്തിലുമുള്ള ഇഞ്ചോടിഞ്ച്, അതായത് ഏറ്റവും ചെറിയ മൈന്യൂട്ട് ഫാക്ടർ പോലും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഇടം എല്ലാ അർത്ഥത്തിലും നിയമമല്ലേ? തീർച്ചയായിട്ടും. മാത്രമല്ല, ഈ മൂന്ന് മുന്നണികൾക്കും അത്രയും പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ BJPക്ക് ഈ നിയമം കിട്ടിയില്ലെങ്കിൽ, കാരണം 2016 O രാജഗോപാൽ വിജയിച്ച മണ്ഡലമാണ്. ഇത്തവണ മത്സരിക്കുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹം വളരെ നേരത്തെ, ഒരുപക്ഷെ സാധാരണ BJPയുടെ പാർലമെന്ററി ബോർഡൊക്കെ ചേർന്നാണ് സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കേണ്ടത്. പക്ഷെ അതിനൊക്കെ വിരുദ്ധമായി മാസങ്ങൾക്ക് മുമ്പേ ഒരുപക്ഷെ സംസ്ഥാനത്ത് ആദ്യം പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിത്വം നേമത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ. അത്രയധികം ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട് ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ. അത്രയധികം വിശ്വാസമുണ്ട്. കാരണം BJPക്ക് പൂർണ്ണമായും ഒരു രാഷ്ട്രീയ വോട്ട് കൊണ്ട് മാത്രം ജയിക്കാവുന്ന മണ്ഡലമായി നിയമം ഇതിനകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് BJPക്ക് ജയിച്ചേ പറ്റൂ. CPM-നാകട്ടെ V ശിവൻകുട്ടി, ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞാൽ ഈ മന്ത്രിസഭയിൽ ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ച മന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം V ശിവൻകുട്ടിയാണ്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിൽ അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങളാകട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുകളാകട്ടെ ഏറ്റവും ഒടുവിൽ ഒരുപക്ഷെ V ശിവൻകുട്ടിക്ക് ഈ മന്ത്രിസഭയിൽ ഒരു ഇടം പോലും കിട്ടിയതിന്റെ കാരണം നിയമത്തെ വിജയിയാണ് എന്ന കാരണം കൂടി തന്നെയാണ്. തീർച്ചയായിട്ടും. സംസ്ഥാന സമിതിയിൽ നേരത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി അടക്കമുള്ള ഉണ്ടായിരുന്നു കഴിഞ്ഞ മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ MLA-മാരെ. പക്ഷേ നിയമം പിടിച്ചെടുത്ത് കൊണ്ടുവന്ന നിയമത്തെ BJPയുടെ അക്കൌണ്ട് പൂട്ടിയെന്ന് പ്രഖ്യാപിച്ചത് പിണറായി വിജയനാണ്. നിയമത്ത് വന്ന് പ്രസംഗിക്കുമ്പോൾ പിണറായിയാണ് പ്രഖ്യാപിച്ചത്. ആ അക്കൌണ്ട് പൂട്ടിച്ച ആൾ ശിവൻകുട്ടിയായിരുന്നു. അതുകൊണ്ടാണ് ശിവൻകുട്ടിക്ക് മന്ത്രിസ്ഥാനം കിട്ടിയത്. ആ ശിവൻകുട്ടിയോട് വീണ്ടും മത്സരിക്കുമ്പോൾ ജയത്തിൽ കുറഞ്ഞൊന്നും CPM-ന് സ്വപ്നം കാണാൻ കഴിയില്ല, ആഗ്രഹിക്കാൻ കഴിയില്ല. കോൺഗ്രസിനും ഇവിടെ ഒരു പാപപരിഹാരം കാണേണ്ടതുണ്ട്. ശരി, അതാണ് കാര്യം. അതായത് ചുരുക്കം ഇതാണ്, 2026 കേരളം ആര് പിടിച്ചാലും അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ യുദ്ധത്തിൽ ആര് നേട്ടം കൊയ്താലും നിയമത്തെ വിജയ ആര് എന്ന കാര്യം പ്രത്യേകമായി ഒന്ന് പരിശോധിക്കപ്പെടും. കാരണം നിയമത്തിൽ വോട്ടുകൾ, രാഷ്ട്രീയ തന്ത്രങ്ങൾ എങ്ങനെയൊക്കെ പയറ്റി തെളിയുമെന്നതാണ് തെളിയിക്കപ്പെടേണ്ടത്. നിയമം എന്ന മണ്ഡലം കേരളത്തെ സംബന്ധിച്ച് ഒരു സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പ് പോര് നടന്ന ചിത്രം ഉള്ള ഇടമാണ്. പലപ്പോഴും മുന്നണികളെ മാറി മാറി പരീക്ഷിച്ച ഇടമാണ്. കേരളത്തിൽ BJP ആദ്യമായി അക്കൌണ്ട് തുറന്ന മണ്ഡലം പിന്നീട് അവർക്ക് നഷ്ടപ്പെട്ടു. അതിന്റെ കാരണങ്ങളൊക്കെ BJP വിശദമായി പരിശോധിക്കുമായിരിക്കും. എന്തായാലും അതിനൊടുവിൽ അവർ തിരികെ വരികയാണ്. ഇതാ ഇപ്പോൾ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. അതായത് ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ളത്. എന്താണ് നിയമത്തെ വോട്ടർമാർ ഇപ്പോൾ ചിന്തിക്കുന്നത്? ഏത് രീതിയിലാണ് ഇവിടുത്തെ ട്രെൻഡുകൾ മാറിമറിയുന്നത്? നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പ് ഡീൽ ആരോപണം പോലും ആരംഭിക്കുന്നത് നേമത്തു നിന്നാണ്. നേമത്ത് ഇടതുമുന്നണിയും കോൺഗ്രസും BJPയും തമ്മിൽ ഡീലുണ്ടെന്ന ആരോപണം CPM മുന്നോട്ട് വെക്കുമ്പോൾ അതല്ല, മറിച്ചാണ്ട് ഡീലെന്ന ആരോപണം എതിർചേരി മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഡീൽ ആരോപണമടക്കം ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന നേമത്തെ ജനങ്ങൾ, നേമത്തെ വോട്ടർമാർ, സാധാരണ പാർട്ടി പ്രവർത്തകർ എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് ന്യൂസ് 18 ഇന്ന് പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞങ്ങൾക്ക് പിന്നിൽ കാണാം, നേമത്തെ വോട്ടർമാരുണ്ട്, സാധാരണ പാർട്ടി പ്രവർത്തകരുണ്ട്. ഇവരുടെയൊക്കെ അഭിപ്രായം അറിഞ്ഞാണ് ഇന്ന് നമ്മൾ നേമം മണ്ഡലത്തിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്. ഈ ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിയമം എല്ലാ അർത്ഥത്തിലും കേരളത്തിന്റെ ത്രികോണ പോരാട്ടത്തിന്റെ ഒരു പര്യായമാണ്. എല്ലാ അർത്ഥത്തിലും അത് ആ ഒരു പോരാട്ട ചൂര് നിങ്ങൾക്കിടയിലോട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും അതുണ്ട്. ഇവിടെ ആരൊക്കെ ഇവിടെ മത്സരിച്ചാലും ഇപ്രാവശ്യം രാജീവ് ചന്ദ്രശേഖർ 80,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അതെന്തൊരു കണക്കാണ്? 80,000 വോട്ടെന്ന ഭൂരിപക്ഷത്തിലേക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന എന്ത് ട്രെൻഡാണ് ഇവിടെയുള്ളത്? ഇവിടെ ശബരിനാഥനെ മരിക്കാൻ കൊണ്ട് നിർത്തിയിരിക്കുകയല്ലേ. അല്ലാതെ ശബരിനാഥൻ ഇവിടെ ആരിയിരിക്കുന്നു? ശബരിനാഥൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രശ്നമേ അല്ല. അയാളെ കോർപ്പറേഷനിൽ കയറ്റി നിർത്തി
ഇല്ലാതാക്കാൻ വേണ്ടി കോർപ്പറേഷനിൽ കയറ്റി നിർത്തി അവിടെ ജയിപ്പിച്ച് അവിടെ ഒതുക്കി. ഇനി എവിടെ അയാൾ നിൽക്കും? അയാൾക്ക് എവിടെ ചാൻസ് ഉണ്ട്? ഇതോടുകൂടി അയാളെ കാര്യം അതോ ഗതി. ശരി, നമുക്ക് നോക്കാം. അങ്ങനെ അവകാശപ്പെടാൻ പറ്റുമോ? 80,000 CPM-ന്റെ മുൻ കൌൺസിലർ കൂടിയാണ്, പാപ്പനംകോട് വാർഡായിരുന്നു അല്ലേ, എസ്റ്റേറ്റ് വാർഡ്. എന്താണ് 80,000 വോട്ടിനൊക്കെ ജയിക്കാനുള്ള ശക്തി BJPക്ക് രാജ്യസഭയോടുണ്ട്? ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. 80,000 വോട്ട് പിടിച്ച് വിജയിച്ച് ഭൂരിപക്ഷം വരിക എന്ന് പറഞ്ഞാൽ അത്ര വോട്ട് മണ്ഡലത്തിൽ അങ്ങനെ ഇല്ലല്ലോ. സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തിന്റെ വളരെ ശക്തിയായിട്ട് ശിവൻകുട്ടി നല്ല നിലയിൽ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും. അതിനുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 കൊല്ലത്തെ ഈ കേരളത്തിൽ. അത് പറയുമ്പോഴും കഴിഞ്ഞ തവണ നാരോ വോട്ടിനാണ്, ചെറിയ വോട്ടുകൾക്കാണ് വിജയം എന്ന് മാത്രമല്ല കെ മുരളീധരൻ വലിയ വോട്ട് പിടിച്ചിരുന്നു. ഈ ശബരിനാഥൻ ഇത്തവണ അത്ര അങ്ങനെ വോട്ട് പിടിക്കുമെന്നൊരു സംശയം കൂടിയില്ലേ? എന്നാൽ പോലും ആ സംശയമുണ്ട്. എന്നാൽ പോലും ഇടതുപക്ഷത്തിന്റെ ഈ കഴിഞ്ഞ 5 കൊല്ലത്തെ പ്രവർത്തനം കൊണ്ട്, തുടർച്ചയായ 10 കൊല്ലത്തെ പ്രവർത്തനം കൊണ്ട് വോട്ടർമാരിൽ വളരെ വലിയൊരു മാറ്റമാണ് വന്നിട്ടുള്ളത്. 1 വികസനമാണ്, 2 ക്ഷേമമാണ്. ആ വികസനത്തിൽ ഈ ഒരു 1000 കോടി ഏകദേശം അടുപ്പിച്ചുള്ള വികസനമാണ് ഈ നേമം മണ്ഡലത്തിൽ തന്നെ വന്നിട്ടുള്ളത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് ഒരു വികസനം വരാത്ത മണ്ഡലമാണ് ഈ നിയമം, വികസനം ഒന്നുമില്ലാത്ത മണ്ഡലമാണ്. അദ്ദേഹം അതിനെ മന്ത്രി വി ശിവൻകുട്ടിയെ സംവാദത്തിന് വെല്ലുവിളിച്ചു. അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. 29-ാം തീയതി സംവാദം തയ്യാറെന്നും പറയുന്നുണ്ട്. ഈ അത്ര വികസനം ഇല്ലാത്ത മണ്ഡലം എന്താണ് ഇവിടെ വന്ന വികസനങ്ങൾ? നല്ല വികസനം. ഒന്ന് നമ്മൾ ഈ ഇരിക്കുന്ന ഇടം തന്നെ ഏകദേശം 14 കോടി രൂപയുടെ വികസനമാണ് ഈ പദ്ധതി പ്രകാരം ഇവിടെ നടത്തുന്നത്. ഈ ആഴങ്കൽ വാക്വേ. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്ത സത്യനഗർ മുടവുമ്പോൾ പാലം 13 കോടി രൂപയാണ്. പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന തിരുവല്ലത്ത് വാഴമുട്ടം സ്കൂളുണ്ട്, 12 കോടി 70 ലക്ഷം രൂപയാണ്. വെറും സാധാരണയായ കുട്ടികൾക്ക് മാത്രം പഠിക്കുന്ന ഒരു സർക്കാർ സ്കൂള് ഈ മണ്ഡലത്തിൽ അങ്ങനെ വളരെ വികസനമായിട്ട് അത് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. 23 സ്കൂളുകൾ പൊതുമേഖലയിലുള്ള സർക്കാർ സ്കൂളുകളിലെ 21നും പുതിയ കെട്ടിടങ്ങൾ. ഈ കരമന ഇതിന്റെ ഇപ്പുറത്ത് ഞാൻ ഇരിക്കുന്നതിന്റെ അടുത്ത് കരമനാറിന്റെ അപ്പുറത്ത് ഈ കരമന സ്കൂൾ നോക്ക്, തൊട്ടടുത്തുള്ള വികസനം നോക്ക്, നൈപുണ്യ വികസന കേന്ദ്രം അടക്കം ഈ കേരളത്തില് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വികസന പ്രവർത്തനം ഈ നേമം മണ്ഡലത്തിൽ. അവിടെ നിൽക്കട്ടെ, ഒരു കാര്യം. ഈ കഴിഞ്ഞ തവണ O രാജഗോപാലിന് ഒരു വിജയ തുടർച്ചയില്ലാതെ പോയത് കെ മുരളീധരന്റെ കടന്നുവരവാണ്. കെ മുരളീധരൻ പിടിച്ച വോട്ടുകളാണ് BJPയുടെ സാധ്യത ഇല്ലാതാക്കുന്നത്. ഇത്തവണയും സമാനമായൊരു തന്ത്രം കോൺഗ്രസ് ഇവിടെ പയറ്റിയിട്ടുണ്ട്. ശബരിനാഥനാണ് വരുന്നത്, മുൻ MLA ആണ്, പ്രധാനപ്പെട്ട മുഖമാണ്, ഇപ്പോൾ ഇവിടുത്തെ കൌൺസിലറാണ്, നഗരസഭാ കൌൺസിലറാണ്, G കാർത്തികേയന്റെ മകനാണ്. അപ്പോൾ ശബരിനാഥൻ വോട്ട് പിടിച്ചാൽ ഇവിടെ രാജീവ് ചന്ദ്രശേഖരന് വിജയിക്കാൻ കഴിയൂ? നല്ല ബാക്ക്ഗ്രൗണ്ടാണ് ശബരിനാഥന്, നല്ല ബാക്ക്ഗ്രൗണ്ടാണ് പുള്ളി. പിന്നെ ഗൗഡിയാർ കോർപ്പറേഷൻ സീറ്റുമാണ്, പുള്ളിക്ക് സാധ്യത ഉണ്ട്. ശബരി ജയിക്കാൻ സാധ്യതയുണ്ടോ? അല്ലോ മുരളീധരൻ പിടിച്ചോ വോട്ട് പിടിക്കുമെന്നാണോ പറയുന്നത്? എന്റെ അഭിപ്രായത്തിൽ ശബരിനാഥ് പിടിക്കാൻ സാധ്യത ഉണ്ട്, ജയിക്കാൻ സാധ്യതയുണ്ട്. എന്റെ കൊച്ചഭിപ്രായത്തിൽ ശബരിനാഥൻ അങ്ങനെ വോട്ട് പിടിച്ചാൽ ഒരുപക്ഷെ അത് BJPയുടെ വിജയം തടസ്സപ്പെടും. അതല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്ക് നമുക്ക് എടുക്കേണ്ടതുണ്ട്. ത്രികോണ മത്സരമാണ്, അപ്പൊ മാർജിൻ വളരെ കുറവായിരിക്കും. ആര് ജയിച്ചാലും മാർജിൻ കുറവായിരിക്കും. കാരണം അങ്ങനെ തന്നെയാണോ ഇതിന്റെ ഒരു ചിത്രം വരുന്നത്? ഇപ്പൊ ഈ നമ്മുടെ ഒപ്പമുള്ളവര് ഒക്കെ മുന്നോട്ട് വെക്കുന്ന അവർക്ക് ചിലർക്ക് രാഷ്ട്രീയം ഉണ്ടാവാം, ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അതിനുമപ്പുറം ഈ ഒരാൾ പിടിക്കാൻ പോകുന്ന അധിക വോട്ടുകൾ മറ്റൊരാളുടെ സാധ്യതയെ ബാധിക്കും. അത് തന്നെയാണോ നിയമം പറയാൻ പോകുന്ന ഒരു രാഷ്ട്രീയം? അതായത് നിയമത്തിന്റെ ഒരു കഴിഞ്ഞ സമീപകാല തെരഞ്ഞെടുപ്പുകളും ഇപ്പോഴത്തെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു വോട്ടിംഗ് പാറ്റേണൊക്കെ നോക്കിയാൽ ഒരുപക്ഷെ ഇവിടെ ഇടതുമുന്നണിയും BJPയും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടെന്ന് പറയാം. പക്ഷേ ശബരിനാഥൻ എഴുതള്ളാൻ പറ്റുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ശബരി ഉപതെരഞ്ഞെടുപ്പിൽ അരുവിക്കര ജയിച്ചയാളാണ്, സംസ്ഥാന വ്യാപകമായി അങ്ങനെ ഒരു ഇമേജ് ഉള്ളയാളാണ്. ആ ശബരിനാഥൻ വരുമ്പോൾ ഈ നേരത്തെ മുരളീധരൻ അതിൽ അത്ര ഒരു സ്വാധീനം ഇല്ലെങ്കിൽ പോലും കോൺഗ്രസിന്റെ വോട്ടുകൾ ശബരിയിലേക്ക് പോകില്ല. എന്റെ സംശയം അതാണ്. ഇവിടെ BJPയുടെ പ്രതിനിധിയെ കൊണ്ട് എന്താണ് ഈ ശബരിനാഥ് അത്ര മോശം കാൻഡിഡേറ്റ് ആണോ? നേരത്തെ ഒരു BJP അനുഭാവിയാണ് അദ്ദേഹം തോന്നുന്നു എനിക്ക് പറഞ്ഞു കേട്ടപ്പോൾ. അത്ര മോശം ശബരിനെ കൊല്ലാൻ കൊണ്ടിട്ട സ്ഥാനാർത്ഥിയാണ് പറഞ്ഞത്. അങ്ങനെ അത്ര മോശമാണ് ശബരിനാഥ് മോശം കാൻഡിഡേറ്റ് ആണോ അല്ലയോ എന്ന് ചിന്തിക്കേണ്ടത് ജനങ്ങളാണ്. ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ പറ്റി അദ്ദേഹത്തിന്റെ മെറിറ്റിനെയും ഡീമെറിറ്റിനെയും പറയാൻ താല്പര്യമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, കോൺഗ്രസിന് യാതൊരു രാഷ്ട്രീയ പ്രാധാന്യവും ഇല്ലാത്ത ഒരു മണ്ഡലമാണ് നേമം എന്നുള്ളത്. അത് കഴിഞ്ഞ ഒരു 4-5 തെരഞ്ഞെടുപ്പുകളായി സുരേന്ദ്രൻപിള്ള മത്സരിക്കുന്ന 2016 അതെ. പക്ഷേ അതാ ഞാൻ പറഞ്ഞത്, 2011 മുതൽ കോൺഗ്രസ് ഏത് പാറ്റേണിലാണെന്ന് ചോദിച്ചാൽ 3ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. അത് കഴിഞ്ഞ് 2016 വരുമ്പോൾ വോട്ട് ഗണ്യമായി കുറയുന്നു. 2021 വരുമ്പോൾ കേരളത്തിൽ കോൺഗ്രസിന് വയ്ക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച കാൻഡിഡേറ്റിനെ അവരോട് വച്ചിട്ടും അവർക്ക് 35,000 എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് ചുരുങ്ങേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി കോൺഗ്രസിന്റെ പ്രാധാന്യം എത്രത്തോളമാണ് ഈ നിയമമണ്ഡലത്തിൽ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. ഞാൻ അവിടെ ഒരു കാര്യം ചോദിച്ചോട്ടെ, കോൺഗ്രസ് ജയിക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിനപ്പുറം
ജയവും തോൽവിയും നിശ്ചയിക്കാൻ കോൺഗ്രസിന് കഴിയുന്ന ഒരു വലിയ ഫാക്ടറില്ലേ നിയമത്തിൽ? ജയവും തോൽവിയും കഴിഞ്ഞ കുറെ കാലങ്ങളായി. ഇപ്പൊ 2011 ഞങ്ങൾ പരാജയപ്പെടുമ്പോൾ, ആദ്യമായി രാജേട്ടൻ 2ാം സ്ഥാനത്ത് വന്ന് പരാജയപ്പെടുമ്പോൾ, അന്നും കോൺഗ്രസിന്റെ വോട്ടിൽ നിന്നുള്ള ഷിഫ്റ്റ് ഏറ്റവും അധികം സഹായിച്ചത് LDFനെയാണ്. അത് കഴിഞ്ഞ് 2ാമത്തെ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്തും അതേ ഷിഫ്റ്റ് ഉണ്ടായി. പക്ഷെ അന്ന് ഞങ്ങൾ കുറച്ചധികം ജാഗ്രത കാണിക്കുകയും ജനങ്ങൾ കൂടുതൽ ഞങ്ങൾ എടുത്ത ജാഗ്രതയ്ക്കൊപ്പം ജനങ്ങൾ കഴിഞ്ഞ തവണ തോറ്റത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ തവണ തോറ്റത് സ്വാഭാവികമായും കെ മുരളീധരൻ എന്ന് പറയുന്ന കാൻഡിഡേറ്റിന് ഉണ്ടായിട്ടുള്ളൊരു മികവ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അതിനെ കവച്ചു വയ്ക്കാൻ നിലയിലുള്ള ഒരു പ്രവർത്തനം നമ്മൾ നടത്തിയെങ്കിൽ പോലും ഒരു പക്ഷത്ത് SDPI പോലുള്ള സംഘടനകളെ ഏകോപിപ്പിച്ചുകൊണ്ട് അവരുടെ വോട്ടുകളെ കൃത്യമായി പെട്ടിയിലാക്കാൻ ശിവൻകുട്ടി കളിച്ചിട്ടുള്ള ഒരു നാണം വെട്ട തറ രാഷ്ട്രീയം എന്ന് നമുക്ക് വേണമെങ്കിൽ, ഒരു വർഗീയ രാഷ്ട്രീയം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ഇനി ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, CPMന്റെ സുഹൃത്ത് ഇവിടെ പറഞ്ഞു വലിയ വിപ്ലവകരമായിട്ടുള്ള വലിയ നേട്ടങ്ങളൊക്കെയാണ് ശിവൻകുട്ടി സഖാവ്. അദ്ദേഹം അതിന് ഉദാഹരണം പറഞ്ഞത് ഈ സ്ഥലത്തെയാണ്. ഈ സ്ഥലം ശ്രീ O രാജഗോപാൽജി 2019 2020 പണി പൂർത്തിയാക്കിയ സ്ഥലമാണ്. അതിനുശേഷം ഇതിവിടെ റിനോവേഷൻ നടന്നിട്ടുണ്ട്, ഞാൻ ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ റിനോവേഷൻ നടക്കുമ്പോഴും ആ റിനോവേഷൻ നടക്കുമ്പോൾ അത് സ്മാർട്ട് സിറ്റിയുടെ പദ്ധതിയായിട്ടാണ് റിനോവേറ്റ് ചെയ്യപ്പെടുന്നത്. അതിൽ MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരു അണാ പൈസയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻവോൾവ്മെന്റ് ഇക്കാര്യത്തിലില്ല. പക്ഷെ അതിനെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ചു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, അതായത് സത്യനഗർ മുടവൻമുകൾ പാലം. അത് 60 വർഷക്കാലമായി നിയോജക മണ്ഡലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നാണ്. പക്ഷെ ആ ആവശ്യം നടപ്പിലാക്കിയത് ആരാണ്? 2019 അതിൽ ഭരണാനുമതി നേടുമ്പോൾ ശ്രീ O രാജഗോപാലാണ് നിയമത്തിന്റെ MLA. ഈ 2 ഘട്ടം കാര്യം പറയുമ്പോഴും കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞ 2 വികസനങ്ങളും ശ്രീ O രാജഗോപാലിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം കൊണ്ടുവന്നതാണ്. അതിന് തൊട്ട് മുൻപ് 10 വർഷം ശ്രീ ശിവൻകുട്ടി ആയിരുന്നു ഇവിടുത്തെ MLA. അതിനു മുൻപ് 69 വർഷക്കാലത്തിൽ ഏതാണ്ട് 5 വർഷക്കാലമാണ് BJPക്ക് അവസരം കിട്ടിയത്. ബാക്കി 64 വർഷക്കാലവും ഈ പറയുന്ന നിയമ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി, നമ്മളൊക്കെ ഉൾപ്പെടുന്ന ഈ നിയമ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി 2 മുന്നണികളും മാറി മാറി ഭരിച്ചു. അദ്ദേഹം പറയുന്നു വലിയ രീതിയിലുള്ള 1000 കോടി രൂപയുടെ വികസനം കൊണ്ടുവന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഇവിടെ ഇരിക്കുന്നതിൽ കൂടുതൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട്, അതുപോലെ കൊച്ചുമക്കൾ ഉള്ള ആളുകളുണ്ട്, അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെയുണ്ട്. ഇവിടുത്തെ 4 ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു സംരംഭം ഇവിടെ ശിവൻകുട്ടിക്ക് കഴിഞ്ഞ 15 വർഷത്തിനിടയിലോ അല്ലെങ്കിൽ 69 വർഷത്തിനിടയിൽ ഇടതു വലതു മുന്നണികൾക്കോ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? രാജീവ് പറഞ്ഞല്ലോ, ഒരു വികസനം നടക്കാത്ത ഒരു ഒരു വികസനം നടക്കാത്ത ഒരു മണ്ഡലം അങ്ങനെ പറയാൻ പറ്റുമോ? പൊളിറ്റിക്കലി എന്നുള്ളതല്ല. നിങ്ങൾ നോക്കൂ, കേരളത്തിന്റെ ആവശ്യം കുറെ കെട്ടിടങ്ങളാണോ എന്നുള്ളത് ചോദ്യമാണ്. ഇപ്പൊ അപ്പുറത്ത് ഇദ്ദേഹം പറഞ്ഞ അഭിനന്ദനാർഹമായിട്ടുള്ള കെട്ടിടം പണിയുമ്പോഴും ആ കെട്ടിടം പണി പൂർത്തിയാക്കാൻ 5 വർഷം കൊണ്ട് MLAക്ക് സാധിച്ചില്ല എന്ന് പറയുന്നിടത്ത് അദ്ദേഹത്തിന്റെ കഴിവില്ലായ്മ പ്രകടമാണ്. ഇനി ഇവിടെ നമ്മൾ കുറച്ചപ്പുറത്തേക്ക് ഈ വാക്വേയുടെ എൻഡിലേക്ക് നിങ്ങൾ നടന്നു പോയി കഴിഞ്ഞാൽ അതിലെ നിങ്ങൾക്ക് നേരെ മധുപാലത്തേക്ക് പോവാം. ആ മധുപാലത്ത് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ 3 വർഷം മുൻപ് ശ്രീ സഖാവ് ശിവൻകുട്ടി വികസന നായകൻ ഇട്ടിട്ടുള്ള ഒരു ശിലാഫലകം കാണാം. അത് ഈ പറയുന്ന മധുപാലം ബണ്ടുമായി ചേർന്നിട്ടുള്ള ഒരു വികസന പ്രവർത്തനത്തിനാണ്. ആ 3 വർഷത്തിനിടയിൽ ഒരു മണ്ണിളക്കി മാറ്റിയിടാൻ അദ്ദേഹത്തിന് സാധിച്ചോ? ഇല്ല. ഇനി അവിടെ ഒരു പാലം നിർമ്മിക്കുമെന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡ് മാത്രമല്ലാതെ അവിടെ ഒരു പാലം പോയിട്ട് പാലത്തിന് വേണ്ടിയിട്ടുള്ള പണിയുടെ ഒരു ആരംഭം പോലും കുറിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പൊ ഇതെല്ലാം ഒരു കൃത്യവിലോപത്തിന്റെയും അതുപോലെ തന്നെ കാര്യക്ഷമത ഇല്ലായ്മയുടെയും അതിനെല്ലാം അപ്പുറത്ത് ഒരു എന്താ പറയുക, ഒരു ഫ്ലെക്സ് രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിലൂടെ ജയിച്ചു കയറാം എന്നുള്ള CPM. ഇനി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നഗരസഭാ ഭരണം. ഇപ്പൊ പ്രധാനപ്പെട്ട ശിവൻകുട്ടിജിയുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം വരുന്നത് ഞങ്ങൾ ഇരട്ടത്താഴിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ്, ഇതിന് വെളിയിൽ ആർക്കും കൊടുക്കില്ല. ഇതുപോലെ 45 വർഷം മുന്നേ 45 വർഷം ഭരിച്ച ഇവരെല്ലാവരും കൂടി ചേർന്ന് ഇരട്ടത്താഴിട്ട് പൂട്ടിയ തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഞങ്ങൾ നിഷ്പ്രയാസം ജനങ്ങളുടെ സഹായത്തോടു കൂടി തുറന്ന് ഇന്ന് ആ മേയറുടെ കസേരയിൽ ഇരിക്കുന്നത് BJPക്കാരനായിട്ടുള്ള ഒരു മേയറാണെന്ന്. എന്തായാലും ഈ കോർപ്പറേഷന്റെ ഭരണം BJP പിടിച്ചു. അത് സ്റ്റേറ്റ് വൈഡ് വലിയ ചൂണ്ടിക്കാട്ടുകയാണ്, അവർക്ക് വലിയ അവസരമാണ്. ഇപ്പൊ നിങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു കോർപ്പറേഷന്റെ മേഖലയാണ് ആ നേട്ടമായി അവർ കാണുന്നത്. ഈ കോർപ്പറേഷൻ ഭരണം പിടിച്ചത് BJP നേട്ടമാക്കുമോ ഈ തെരഞ്ഞെടുപ്പിൽ? കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കലായ ഒരു തെരഞ്ഞെടുപ്പല്ല ഇവിടെ നടത്തുന്നത്. അതത് വാർഡുകളിലെ ജനങ്ങളുടെ പിന്നെ വാർഡ് മെമ്പർമാരുടെ ഒരു സ്വാധീനത്തിൽ കോൺഗ്രസ് ഇവിടെ സഹായിച്ചു കൊടുത്ത് പല മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ വോട്ടർമാരെ സഹായിച്ചാണ് അവിടെ അന്ന് ചെയ്തത്. നിയമമണ്ഡലം എടുത്ത് നോക്കിയാൽ ഇവിടെ കേരളത്തിൽ BJPക്ക് ആദ്യമായി വോട്ടിംഗ് ഒരു രൂപം കൊണ്ടുവരുന്നത് രാജഗോപാൽജിക്കാണ്. പക്ഷേ അദ്ദേഹം ഇവിടെ MLA ആയിരിക്കുമ്പോൾ കേന്ദ്രത്തിൽ ആരായിരുന്നു? ശ്രീമാൻ നരേന്ദ്രമോദിജിയാണ് അവിടുത്തെ പ്രധാനമന്ത്രി. 10 രൂപയുടെ ഒരു വികസനത്തിനുള്ള ഒരു പാറ്റേൺ എടുത്ത് കാണിക്കാൻ 1 ലക്ഷം രൂപയുടെ ഒരു പൈസ കൊടുത്ത ഈ മണ്ഡലത്തിന് അദ്ദേഹത്തിനെ അവഹേളിച്ച് കേന്ദ്ര ഗവൺമെന്റ് നിഷ്കരണം അദ്ദേഹത്തിന് തറമാറ്റിയിട്ടു ഒരു മണ്ഡലം കൊടുത്താണ്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഇവിടെ തൃശ്ശൂര് സുരേഷ് ഗോപി ഇവിടെ മന്ത്രിയായി. ആ മന്ത്രി ഇവിടെ തേരാ പാരാ നടന്നിട്ട്
എയിംസ് പോലുള്ള പരിപാടികൾ ഉയർന്നു വന്നു. ഇതുപോലെ ഞാൻ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് വളരെ നിഷ്ക്രിയമായ രീതിയിലാണ് സംസ്ഥാന ഗവൺമെന്റ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമായി അദ്ദേഹത്തിന് BJP രാജഗോപാലിന് ആ ഫണ്ട് അനുവദിക്കാത്ത രീതിയിൽ ഉദാഹരണം രാജഗോപാലിന്റെ കാലത്താണ് റെയിൽവേ വികസനം ശരിക്കും വന്നത്. ഇപ്പൊ നേമം ടെർമിനലിന്റെ അവസ്ഥ റെയിൽവേ സംബന്ധിച്ചിടത്തോളം വേറെ കാര്യം, റെയിൽവേ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പൊ വന്ദേ ഭാരത് മാത്രം ഇവിടെ കൊണ്ടുകൊടുത്തിരിക്കുന്നു. വന്ദേ ഭാരത് കൊടുത്തത് ഒരു വണ്ടി കൊടുത്തിട്ട് ബാക്കി 12-13 വണ്ടികൾ ഇവിടെ ബ്രേക്കാക്കി പൊടിച്ചിട്ടിരിക്കുന്നു. ആൾക്ക് സഞ്ചാര യോഗ്യമല്ല. അത് പോയിട്ട് തന്നെ നാഷണൽ ഹൈവേയുടെ റോഡിനെ സംബന്ധിച്ച് 6000 കോടി രൂപ 6500 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് പണം കൊടുത്താണ് ഈ ഭൂമി വാങ്ങിക്കാൻ കൊടുത്തത്. ദേശീയമായിട്ട് ഒരു സ്റ്റേറ്റും സ്റ്റേറ്റ് ഗവൺമെന്റ് പൈസ മുടക്കാറില്ല. അപ്പോ ആ പണി വരെ നമുക്കിവിടെ സ്റ്റേറ്റ് തന്നു കഴിഞ്ഞു. നിയമം പറയട്ടെ. ഞാൻ പറയുമ്പോ ചെയ്യാത്തിന്റെ കാരണം ഞാൻ പറഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് നിങ്ങൾ റൂട്ട് മാറ്റിയത്. നിക്ക് ഞാൻ ചോദിച്ചത് ആർക്കും ജോലി കൊടുത്തു. 10 പേരുടെ കാര്യം പറഞ്ഞില്ലെന്ന്. 4 പേർക്ക് ജോലി കൊടുത്ത 4 പേർക്ക് 4 പേർക്ക് കരമന വാർഡിൽ സഞ്ചരിക്കാൻ പറഞ്ഞാൽ മതി. ഒരു മന്ത്രിയോ 40 വർഷത്തിന് മുമ്പ് കിടന്ന കരമന വാർഡല്ല ഇന്ന് കരമന വാർഡ്. ആളൊക്കെ നടക്കാനുള്ള റോഡ് ഉള്ളത് കരമന വാർഡാക്കി മാറ്റിയത് BJPയുടെ കൌൺസിലർമാർ വന്നതിന് ശേഷമാണ്. BJPയുടെ കൌൺസിലർ വന്നതിന് ശേഷമാണ്. ഇവിടെ ഈ കാണുന്ന ഇപ്രാവശ്യത്തെ ലോകേശ്വര സ്ഥാനാർത്ഥിയെ പിടിച്ചു നിർത്തിയിട്ട് CPM വോട്ട് ചെയ്തു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഒരു സ്ഥാനം കൂടെ MLAക്ക് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ പ്രവർത്തിക്കാൻ ഫണ്ട് കൊടുക്കാതെ അവഹേളിച്ച് പുറത്താക്കിയതിന്റെ ഫലമായി ഇവിടുത്തെ ജനം കണ്ടു. സെക്കൻഡ് ഇവിടെ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ അദ്ദേഹം മനമെടുത്താണ് ഇവിടുന്ന് പോയത്. ഇവിടെ ഒന്നും നടത്താൻ പറ്റിയില്ല. ഉദാഹരണത്തിന് ഇവിടെ തന്നെ ഈ പത്രം പറയുന്ന മുടവണ്ണ ഭാഗം കിള്ളിപ്പാലത്തുള്ള എഡ്യൂക്കേഷന്റെ ആ കെട്ടിടം 4 നില കെട്ടിടം 4 നില കെട്ടിടം അവിടെ ഇപ്പോൾ പണിത് ശിവൻകുട്ടി വന്നതിന് ശേഷമാണ് ആ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ചെയ്തിരിക്കുന്നത്. എടുത്ത് മാറ്റിക്കാൻ പറ്റുമോ? അതുപോലെ ആറ്റുകാൽ മരുതൂർക്കടവ് പാലത്തിന് 52 കോടി രൂപ ചെലച്ച് റബ്ബറൈസ്ഡ് റോഡ് ചെയ്തിരിക്കുന്നു. കൈമനം തിരുവല്ലം റോഡ് റബ്ബറൈസ്ഡ് BLC ചെയ്തിരിക്കുന്നു. ഇവിടെ പാപ്പനംകോടി നിന്ന് മലയങ്കിലേക്ക് റബ്ബറൈസ്ഡ് റോഡ് ചെയ്തിരിക്കുന്നു. പിന്നെ ഉദാഹരണത്തിന് മെമ്പർ പറഞ്ഞു കഴിഞ്ഞ തവണ BJPയുടെ മെമ്പർ കൂടെ ജയിച്ചു വന്നു. അതിന് ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങൾ ഒരു മെമ്പറോടും അവജ്ഞ ഞങ്ങളുടെ പാർട്ടി പിന്നെ ഈ കോർപ്പറേഷൻ കാണിച്ചില്ല. അതുകൊണ്ട് പറഞ്ഞ തുല്യമായിട്ട് LDFനും UDFനും BJPക്കും ഫണ്ട് കൊടുത്തിന്റെ ഫലമാണ് കരമന വികസിച്ചതിന്റെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോഴാണല്ലോ BJPയുടെ വന്നത്. ഈ ഫണ്ട് അവരെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനെ പിന്നെ ഈ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ ഇവിടുത്തെ കോർപ്പറേഷൻ തുല്യമായി ഫണ്ട് വീതിച്ച് കൊടുത്തതിന് ഫലമാണ് കരമന വാർഡ് വികസിച്ചത്. അല്ലാതെ അവരെ മാത്രം മിടുക്കല്ല. ഇപ്പൊ ശരി ഞാൻ പറയട്ടെ. ഞാനൊരു ചോദിക്കട്ടെ. അതായത് ഇല്ല അതെ, ഈ രാജഗോപാല് നിയമത്തിൽ നിന്നും ഒരു ജനപ്രതിനിധിയായി വന്നപ്പോൾ ഏറ്റവും വലിയൊരു അവസരമായിരുന്നു കേരളത്തിന്റെ നിയമസഭയിൽ BJPയുടെ ഒരു പ്രതിനിധി. പക്ഷേ അത് നിലനിർത്താൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഈ ശിവൻകുട്ടിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ നിങ്ങളുടെ അന്നത്തെ MLAയുടെ ഒരു പെർഫോമൻസിന്റെ പ്രശ്നം കൂടിയല്ല. BJP കൊണ്ട് കഴിയാത്തതല്ല. ആ ഒരു നിലനിർത്തം ഇവിടെ വരുമെന്ന് കണ്ടപ്പം മറ്റേ 2 പാർട്ടിക്കാരാണ് ഡീലായിക്കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ തോൽപ്പിക്കുമായിരുന്നു. ആ ഡീൽ ഇത്തവണ ഉണ്ടാവും. ഇപ്രാവശ്യം ഉണ്ടായിരുന്നാലും ഞങ്ങൾ ശക്തമായിട്ട് ഇവിടെ ജയിക്കും. അതെങ്ങനെ ജയിക്കും? ഡീൽ ഉണ്ടായപ്പോ അത് മറികടക്കാൻ പറ്റും. മറികടക്കും. അതിനുള്ള ശക്തി ഞങ്ങൾ പ്രാപിച്ചിട്ടുണ്ട്. കൂടുതൽ രാഷ്ട്രീയ വോട്ട് ജനങ്ങളുടെ ഇവിടെ SDPI കാൻഡിഡേറ്റ് ഇല്ലാത്തിടത്തോളം കാലം ആരാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും. കാരണം മുസ്ലിം വോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പരിപാടിയാണിതെന്ന് ജനത്തിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും ശിവൻകുട്ടി മന്ത്രി ഇപ്പോഴത്തെ മന്ത്രി പൂർണ്ണമായിട്ടും തോൽക്കുമെന്നുള്ള കാര്യം 101% ആ പൂട്ട് പൊളിക്കും. ഞങ്ങൾ പൊളിക്കും, BJP പൊളിക്കും. ഇപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ ഞാനൊക്കെ ഒരു 50 വർഷത്തിൽ കൂടുതലായി. ഞാൻ ശങ്കർ നഗറിനെ പ്രതിനിധീകരിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ വന്നിരിക്കുന്നത്. വിജയണ്ണൻ പറഞ്ഞ കാര്യം 15 കോടി ഈ വാക്ക് വേക്ക് ചെലവാക്കിയത് 15 കോടി എന്ന് പറഞ്ഞതല്ല, 6 കോടി 75 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. ഞാൻ എല്ലാം ഞങ്ങൾ തുടങ്ങിയ കാലം മുതൽ സ്വാമിനാഥൻ സാറ് ഒക്കെ
ഞങ്ങൾ ഇവിടുത്തെ വാക്ക്വേയുടെ വെൽഫെയർ ആൾക്കാരാണ്. ഞങ്ങളിവിടെ മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴല്ല, ആദ്യം മുതലേ 2018 മുതലേ ചെയ്യാറുണ്ട്. പൊതുവിൽ MLA എന്ന രീതിയിൽ വി ശിവൻകുട്ടി നിലവിലെ MLAയുടെ പ്രകടനത്തെ നിങ്ങൾ എങ്ങനെ കണ്ടു? ഞങ്ങൾക്ക് ഒട്ടും തൃപ്തിയില്ല. കാരണം ഈ വാക്ക്വേയിൽ ഞങ്ങളുടെ അസോസിയേഷനിലേക്ക് പോകുന്ന വഴിയുടെ കാര്യത്തില് വഴി അടയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരു നിവേദനം കൊടുത്തു. ആ നിവേദനം മേടിച്ച് വെച്ചിട്ട് ഞങ്ങളോട് പുള്ളി ചോദിച്ചെന്താ അറിയാം, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേന്നാണ്. എന്നിട്ട് വീണ്ടും പറയണു നിങ്ങളൊന്നും ഇവിടെ വികസനമൊന്നും വേണ്ടേ, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒന്നും മൈൻഡ് ചെയ്തില്ല. വാക്ക്വേയിൽ നിന്ന് ഞങ്ങള് ബണ്ട് വാക്കേഴ്സ് അസോസിയേഷൻ 27 നിവേദനങ്ങൾ ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് ഈ ബണ്ടുമായിട്ട് ബന്ധപ്പെട്ട്. ഒന്നിനും ഒരു മറുപടിയില്ല. ഞങ്ങളുടെ പണി അടയ്ക്കാൻ പോയതാണ്. ഞങ്ങൾ കേസിന് പോയി. രണ്ടാമത് കേസിന് പോയതുകൊണ്ട് കോടതി കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് അത് അടയ്ക്കാത്തത്. ശരി, ഈ ശരിയാണോ MLA എന്ന രീതിയിൽ വലിയ സാധ്യത ഉണ്ടായിരുന്ന വ്യക്തിയാണ് വി ശിവൻകുട്ടി, മന്ത്രിസഭയിൽ അംഗമാണ്, നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഇടമാണ്. ആ സാധ്യത ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോയിട്ടുണ്ടോ ഇവിടെ? കഴിഞ്ഞ 5 വർഷം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാകും. കാരണം 900 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ മണ്ഡലത്തിൽ ആകെ നടത്തിയിട്ടുള്ളത്. കാരണം നമ്മൾ വിദ്യാഭ്യാസ മേഖല എടുത്താൽ തന്നെ 23 സ്കൂളുകളാണ് ഈ മണ്ഡലത്തിൽ ആകെ ഉള്ളത്. 19 സ്കൂളുകളും ഹൈടെക് ആക്കി ലോക നിലവാരത്തിലേക്ക് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ 5 വർഷം ഈ രാജഗോപാൽ സാർ ഇരുന്ന 5 വർഷവും ഇപ്പോൾ ശിവൻകുട്ടി സാർ ഇരിക്കുന്ന 5 വർഷവും കൂടി പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. അത് ഈ കഴിഞ്ഞ 5 വർഷം ഒരു അവസരം ഇവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് നിയമസഭയിൽ ഒരു അവസരം കൊടുത്തു. രാജഗോപാൽ സാർ അവിടെ ചെന്ന് നിന്നു. പിന്നെ ഈ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു രൂപരേഖ തയ്യാറാക്കിക്കൊണ്ട് അവിടുത്തെ എന്തെന്താ വികസന പ്രവർത്തനം നടത്തണമെന്നുള്ള ഒരു. അത് മാത്രമല്ല, ഇവിടെ നെടുമൺകര ഇവിടെ ഏറ്റവും കൂടുതൽ ഓട പണിതത്, റോഡ് പണിതത്, ആഴാങ്കാലിലെ എല്ലാ മണ്ഡലങ്ങളിലും MLAക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഒന്നും ചെയ്തില്ല പുള്ളി. കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ ഒന്നുമില്ലാതെ 140 മണ്ഡലം സഭ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഫണ്ട് അനുവദിക്കുന്നതിൽ താല്പര്യപ്പെട്ടിട്ടുണ്ട്. അതാത് മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനമൊക്കെ ഇന്ന നടത്തണമെന്ന് നിയമസഭയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് അവതരിപ്പിക്കുന്നതിന് പകരം എല്ലാ മണ്ഡലത്തിലും കൊടുക്കുമ്പോൾ ശ്രീ രാജഗോപാൽ പറഞ്ഞ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മണ്ഡലത്തിലൊന്നും കിട്ടിയില്ല, എന്റെ മണ്ഡലത്തിലൊന്നും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യപ്പെടണം. ആവശ്യപ്പെട്ടാലേ നമ്മളെ മണ്ഡലത്തിലേക്ക് കിട്ടുള്ളൂ. അങ്ങനെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ശിവൻകുട്ടി സാഹബ് 900 കോടി ഇവിടെ എങ്ങനെയാണ് കിടന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ കിടന്നത്? ഇപ്പൊ 16 കോടിയുടെ പരിപാടിയാണ് ഇവിടെ നടത്തുന്നത്. പക്ഷേ 12 കോടി രൂപയുടെ എന്തായാലും ഈ ഒരു ജനാധിപത്യ രീതിയല്ലാതെ ഞങ്ങളോട് പെരുമാറിയതിനും ഇത്രയും നിഷേധം കാണിച്ചതിന് എന്തായാലും ഒരു തിരിച്ചടി കിട്ടിയിരിക്കും പുള്ളിക്ക്. അത് ഇവിടെ എല്ലാവരും എന്തായാലും രാജശേഖരൻ വോട്ട് ചെയ്തിരിക്കും, ഒരു ഡൗട്ടും ഇല്ല. അത് ഞാനാണ് പറയുന്നത്. സംസ്ഥാനത്തും ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ കൊടുക്കുന്ന ഒരു സ്കീമില്ല. ഇവിടെ കേരളത്തിൽ മാത്രം 2.5 കൊല്ലം ഒരുത്തനെ ഇരുത്തും, അത് കഴിയുമ്പോൾ 2.5 കൊല്ലം അവനെ മാറ്റിയിട്ട് വേറെ എടുക്കും. ഈ 2 പേർക്കും പെൻഷൻ കൊടുക്കുകയാണ്. അങ്ങനെ ഒരു വർഷം നമ്മുടെ ഖജനാവിൽ നിന്ന് പോണത് 168 കോടി രൂപയാണ്. ഇങ്ങനെ പാർട്ടിയെ വളർത്തുന്നത് ഒരു സംസ്ഥാനത്തും BJP ഒന്നും അങ്ങനെ ഉണ്ടാവില്ല. ഇല്ല, ഉണ്ടാവില്ല. BJP ഇപ്പൊ എത്രയോ സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നു. അവിടെ ഒന്ന് അവര് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ എടുക്കുക, അവര് പോകുമ്പോ അവരെ കൂടെ അങ്ങ് പോകും. ഇല്ലാതെ യവന്മാരെ പോലെ കഞ്ഞിത്തരം കാണിക്കുന്ന ഒരു നാറിയ സർക്കാരല്ല വേറെ ആരും. ജനവികാരം അത് ഇഞ്ചോടിഞ്ച് പോരാട്ട ചിത്രത്തിലേക്ക് അവസാനിക്കുകയാണ്. നമുക്ക് അറിയാം, നിയമമെന്ന നിയമസഭാ മണ്ഡലം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ബാക്കിയാവുന്നത് നിരവധി ചോദ്യങ്ങളാണ്. കാരണം നിയമത്തിന്റെ പോര് സംസ്ഥാനത്തിന്റെ പൊതുചിത്രത്തോടൊപ്പം ചേർന്ന് നിൽക്കുമോ, അതല്ലെങ്കിൽ നിയമം മറ്റൊരു രാഷ്ട്രീയം കൂടി പറയുമോ എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അരുണ്, നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ നിയമം പറയാൻ പോകുന്ന രാഷ്ട്രീയം കേരളത്തിന്റെ പൊതുരാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് നിൽക്കുമോ, അതല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും ആദ്യമായി എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു ത്രികോണ പോരാട്ടം നടക്കുന്ന ഇടമെന്ന പ്രത്യേകതയുള്ള നിയമത്തിന് മറ്റൊരു കാര്യം പറയാനുണ്ടാകുമോ? തീർച്ചയായിട്ടും നിയമം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവിടെ BJP വീണ്ടും അക്കൗണ്ട് തുറന്നാലും അക്കൗണ്ട് വീണ്ടും പൂട്ടിയാലും പൂട്ടിയ പക്ഷേ BJPയുടെ എല്ലാ പ്രതീക്ഷകളും തകരുന്ന ഒരു കാര്യമായി മാറുമെന്ന് ഉറപ്പാണ്. പക്ഷേ അക്കൗണ്ട് തുറക്കാൻ വഴിയൊരുക്കിയാൽ അത് BJP നൽകുന്ന ഊർജ്ജം മറ്റേത് മണ്ഡലങ്ങളിൽ കിട്ടുന്നതിനേക്കാൾ ഊർജ്ജം നിയമത്തിൽ കിട്ടും. കാരണം അത്രയധികം രാഷ്ട്രീയ അടുത്തുള്ള മണ്ഡലമാണ്. നിയമം ഒരു ദിശാസൂചികയായി മാറുമെന്ന കാര്യം സംശയമൊന്നുമില്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും ആകാംക്ഷയോടുകൂടി കേരളം കാത്തിരിക്കുന്ന ഫലമുണ്ടാകാൻ പോകുന്ന മണ്ഡലം നിയമം തന്നെയാണ്. യെസ്, അതാണ് നമ്മുടെ പോരാട്ട ചിത്രം. ഏറ്റവും പ്രധാനപ്പെട്ട നിയമത്തിന്റെ രാഷ്ട്രീയവും അതുതന്നെയാണ്. നമ്മൾ കാത്തിരിക്കുന്ന നിയമത്തിന്റെ ജനവിധി അതുതന്നെയാണ്. ഇനി അവശേഷിക്കുന്ന ദിവസങ്ങളിൽ നിയമം പറയാൻ പോകുന്ന രാഷ്ട്രീയം പല അർത്ഥത്തിലും നിർണായകമാണ്. ജനങ്ങളുടെ വികാരങ്ങളും പല അർത്ഥത്തിലാണ്. കാരണം നിയമത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ യഥാർത്ഥത്തിലുള്ള ആവേശം
വോട്ടർമാരിൽ സാധാരണ പാർട്ടി പ്രവർത്തകരിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം നിയമത്തിന്റെ ജനവിധിക്കായി, നിയമത്തിന്റെ പോരാട്ട ചിത്രത്തിനായി. വീണ്ടും മറ്റൊരു മണ്ഡലത്തിൽ കണ്ടുമുട്ടാം. നാട്ടിൽ വികസനത്തിന്റെ പരവധാനി വിരിച്ച് ആരവങ്ങളും ആർപ്പുവിളികളും ആവേശത്തോടെ കേരളം വിജയം തുടരാൻ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.